ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നല്ല ഭക്ഷണം. നല്ല ഭക്ഷണം മാത്രമല്ല, നല്ല ഭക്ഷണശീലങ്ങളും. ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളിൽ ഉണ്ടാകുന്ന അപര്യാപ്തത ആരോഗ്യം നശിപ്പിക്കുമെന്ന് മാത്രമല്ല, അസുഖങ്ങൾ വരുത്തുകയും ചെയ്യും. ചിട്ടയായ ഭക്ഷണശീലങ്ങളും വ്യായാമവും ആരോഗ്യം നൽകുകയും അസുഖങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഭക്ഷണശീലത്തിന്റെ ഭാഗമാക്കുക എന്നത് ആരോഗ്യം നൽകുന്ന ഒരു പ്രധാന ശീലമാണ്. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. മലയാളികളുടെ ആഹാര രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത വിഭവങ്ങളൊക്കെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യായുസ്സിനെ ഒരു പ്രത്യേക കാലയളവിനിപ്പുറം കടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഈ ഭക്ഷ്യ സംസ്കാരം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കടക്കുന്ന മലയാളി ഇന്ന് ഫാസ്റ്റ് ഫുഡുകൾക്ക് പിന്നാലെയാണ്. പ്രഭാത ഭക്ഷണം പ്രധാനപ്പെട്ട ഒന്നാണ്. അവ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദിവസം വേണ്ട ഊർജത്തിന്റെയും പോഷകങ്ങളുടെയും മുന്നിൽ ഒന്ന് പ്രഭാത ഭക്ഷണത്തിൽ നിന്നും ലഭിച്ചിരിക്കണം. പ്രഭാത ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുന്നത് അതിന്റെ പോഷകമൂല്യം കുറയ്ക്കുന്നതും രക്തത്തിലെ പഞ്ചസാര താഴാൻ ഇടയാക്കും. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ കുറയാനും ന്യൂറോണുകൾക്ക് അപചയം സംഭവിക്കാനും ഇടയുണ്ട്. നാരുകൾ ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കുക. തവിട് കളയാത്ത ധാന്യങ്ങൾ, കുറുക്കുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പച്ചയായുള്ള സാലഡുകൾ ദിവസേന ഉപയോഗിക്കുക വഴി രക്തത്തിലുള്ള കൊഴുപ്പിന്റെ തോതിനെ കുറയ്ക്കാനും സഹായിക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമായി ക്യാൻസർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ക്യാൻസർ രോഗനിർണയം രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തകർക്കാൻ കഴിയും. ക്യാൻസർ ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ ഒന്നാണ്. ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണശീലങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. പഴങ്ങളും പച്ചക്കറികളും ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നതും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിച്ചേക്കും. പഴങ്ങളിലും പച്ചക്കറികളിലും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുമുണ്ട്. ഉപ്പ് അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നത് വയറ്റിലെ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഉപ്പ് കഴിക്കുന്നതിന്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. ശരീരത്തിന് ആവശ്യമായ ഫൈബറുകൾ ലഭിക്കാതിരിക്കുന്നതും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കും. വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യതയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. അമിതമായ മദ്യപാനം കരൾ, സ്തനം, വൻകുടൽ, അന്നനാളം എന്നിവയുൾപ്പെടെ വിവിധ അർബുദങ്ങൾക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ മദ്യപാനം പരമാവധി കുറയ്ക്കണം. അനാരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിച്ച് ഉയർന്ന താപനിലയിൽ തയ്യാറാക്കുന്ന വറുത്ത ഭക്ഷണങ്ങളിലെ ക്യാൻസർ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് വീക്കം, ഇൻസുലിൻ പ്രതിരോധം എന്നിവ ഉണ്ടാകാൻ കാരണമാകുകയും അർബുദ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാൽസ്യം ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നതാണ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ശീലം. കാൽസ്യത്തിന്റെ അപര്യാപ്തത വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ബേക്കൺ, സോസേജുകൾ തുടങ്ങിയ പ്രോസസ്ഡ് മാംസങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിച്ചേക്കും. വൻകുടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ക്യാൻസർ രോഗം തടഞ്ഞു നിർത്താൻ ആഹാരത്തിൽ മാറ്റം വരുത്തുന്നത് പോലെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. പതിവ് വ്യായാമം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. മദ്യത്തിന്റെയും പുകവലിയുടെയും ഉപയോഗം ഒന്നിലധികം തരത്തിലുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതല്ലാതെ ഇതിന് സുരക്ഷിതമായ ഒരു പരിധിയില്ല.